Please give me a space. വഴി ദേശീയ അധ്യക്ഷന് ആരംഭിക്കുന്നതിന് വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തെ പ്രതികരിച്ച് ശ്രീ കെ രാജൻ അദ്ദേഹത്തിന് ഹാരമണിയിക്കുന്നു. വയനാടിന്റെ മണ്ണിലെത്തിയ ദേശീയ അധ്യക്ഷന് നമ്മുടെ ആദരണീയനായ ബത്തേരിയുടെ ഉപഹാരമായി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. പ്രശാന്ത് മലവയലും ബത്തേരിയുടെ അധ്യക്ഷയും ചേർന്ന് നഡ്ഡാജിക്ക് വയനാടിന്റെ ബത്തേരിയുടെ അനുഗ്രഹം ഇവിടെ എത്തിക്കുന്നു. ശ്രീപത്മനാഭൻ ഈ വേദിയിലെത്തണം. ശ്രീപത്മനാഭൻ ഈ വേദിയിലെത്തണം. ആ ഫ്രണ്ട് സൈഡിലുള്ള കൊടികൾ ഇങ്ങോട്ട് മാറ്റണം. നഡ്ഡാജി അപ്പുറത്തെ മീഡിയ ഉണ്ട്. കൊടികൾ മാറ്റി ഇങ്ങോട്ട്. ഹലോ കൊടികൾ ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട്
പത്മനാഭൻ, come. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധ്യനായിട്ടുള്ള ദേശീയ അധ്യക്ഷൻ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കക്ഷിയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായ JP നഡ്ഡാജി ഇതാ വയനാടിന്റെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദരണീയനായ JP നഡ്ഡാജിയെ ഞാൻ ഈ മണ്ണിലേക്ക്, ഗണപതി വട്ടത്തിന്റെ മണ്ണിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് വയനാട് പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ 15 വർഷമായി നിലവിൽ വന്നിട്ട്, കഴിഞ്ഞ 15 വർഷവും വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് ഒരു MP-യുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. 10 വർഷം അന്തരിച്ചു പോയ കോൺഗ്രസ് നേതാവായിരുന്നെങ്കിൽ കഴിഞ്ഞ 5 വർഷം ഇന്ത്യ സഖ്യത്തിന്റെ വലിയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് ഈ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. പക്ഷെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷവും വയനാട്ടുകാരെ വഞ്ചിച്ചു. ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടും രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വഞ്ചിച്ചു. ഇങ്ങോട്ട് വന്നില്ല, ഇവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടില്ല, ഇവിടുത്തുകാർക്ക് ഒരു നല്ല കാര്യവും ചെയ്തില്ല, വയനാടിന്റെ ഒരാവശ്യവും പാർലമെന്റിൽ ഉന്നയിച്ചില്ല. ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ നമ്മളെ വഞ്ചിക്കുകയാണ് വീണ്ടും. പ്രിയപ്പെട്ടവരെ, ഈ മാസം 26-ാം തീയതി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമെന്നാണ് വാർത്തകൾ വരുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് വയനാട് എന്റെ കുടുംബമാണെന്നാണ്. എങ്ങനെയാണ് സാർ കുടുംബത്തെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് വയനാട് കുടുംബമാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അമേഠിയിൽ പോയി മത്സരിക്കുന്നത്? ഇനി അമേഠിയിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് നിങ്ങൾ വയനാട്ടുകാരോട് അത് തുറന്ന് പറയാൻ തയ്യാറാവാത്തത് എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. വയനാടിന്റെ ഏതെങ്കിലും ഒരു ആവശ്യം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ടോ? പാവപ്പെട്ട ജനങ്ങളെ എന്തിനാണ് വഞ്ചിക്കുന്നത് സാർ? ഈ വഞ്ചന മനസ്സിലാക്കിയാണ് ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ അധ്യക്ഷൻ തന്നെ JP നഡ്ഡാജി തന്നെ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എല്ലാവരോടും ഞാൻ വിനയത്തോടെ താമര അടയാളത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഏപ്രിൽ 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ, ബാലറ്റ് പെട്ടി പൊളിക്കുമ്പോൾ നിരവധി താമരകൾ ഈ പ്രാവശ്യം കേരളത്തിൽ വിരിയും. പ്രിയപ്പെട്ടവരെ, അതിലൊരു താമര ഈ വയനാടിന്റെ മണ്ണിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വയനാട് മാറുകയാണ്, മോദിജിയോടൊപ്പം നിൽക്കുകയാണ് വയനാട്. വയനാടിന്റെ വികസനത്തിന് നരേന്ദ്രമോദിജി വേണം എന്നുള്ള തീരുമാനമാണ് വയനാടൻ ജനത എടുത്തിരിക്കുന്നത്. മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ, ഈ മണ്ണിൽ വികസനം എത്തിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. നമ്മുടെ JP നഡ്ഡാജി ഇവിടെ എത്തിയത് കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം നമ്മളെ മാർഗനിർദ്ദേശം നൽകുന്നതായിരിക്കും. वायनाड से हमारे भारतीय जनता पार्टी के बहुत ही लोकप्रिय प्रत्याशी, द कैंडिडेट फ्रॉम वायनाड of Bharatiya Janata Party, our very senior leader Shri K. Surendran ji, our very senior leader, former President Shri Kumnam Rajshekharan ji, Satpal Singh ji, our District President Ji Prashant ji, and my dear friends of Wayanad, ladies and gentlemen, and all media persons, print media and electronic media, ये मेरा सौभाग्य है
कि मुझे आज चुनाव प्रचार में वायनाड आने का मौका मिला है और आप लोगों ने जिस उत्साह के साथ, जिस उमंग के साथ, जिस खुशी के साथ आप सब लोगों ने इस कार्यक्रम में भाग लिया है, वह बताता है कि आपने वायनाड में के सुरेंद्रन को आशीर्वाद देने का मन बना लिया है, यह हम जरूर कहना चाहते हैं। I am sure you all have made your mind to support K. Surendran, our dynamic leader, the state president, and it is not only the selection of K. Surendran. ये के सुरेंद्रन का ही चुनाव नहीं है, ये प्रधानमंत्री मोदी जी का विकसित भारत के संकल्प का चुनाव है। This election is taking the responsibility of participating in the development and developed nation by 2047. मित्रों, आज हमें खुशी है कि मोदी जी के नेतृत्व में जो भारत, friends, we are happy to note that the India, which was the 11th largest economy 10 years back, under the leadership of Prime Minister Modi, प्रधानमंत्री मोदी जी के नेतृत्व में, it has taken a long leap, इसने एक लंबी छलांग लगाई है और आज भारत की अर्थव्यवस्था, the Indian economy is the 5th largest economy in the world, 5th largest economy. यहां मैं ये भी बोलना चाहूंगा कि आने वाले समय में you will support K. Surendran in this election and you will make Pradhan Mantri Modi ji the 3rd time the Prime Minister of the country and we will become the 3rd largest economy in the world. ഇവിടുത്തെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കെ സുരേന്ദ്രൻ, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരൻ, ഇവിടെ ശ്രീ സത്പാൽ സിംഗ് ജി ലോക്സഭാ അംഗം, ഇവിടുത്തെ ജില്ലാ അധ്യക്ഷൻ, മറ്റു നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇന്നിവിടെ വയനാട്ടിൽ നിങ്ങളോടൊപ്പം വന്ന് ശ്രീ കെ സുരേന്ദ്രൻ എന്ന ഊർജ്ജസ്വലനായ കേരളത്തിലെ കരുത്തനായ നേതാവിന് വേണ്ടി നിങ്ങളോട് വോട്ട് ചോദിച്ചുകൊണ്ട് സംസാരിക്കാൻ. നമുക്കറിയാം, ഈ കാണുന്ന ജനക്കൂട്ടം തെളിയിക്കുന്നത് നിങ്ങൾ ശ്രീ കെ സുരേന്ദ്രനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വയനാട്ടിൽ നിന്നും താമര വിരിയുവാൻ പോവുകയാണ്. ശ്രീ കെ സുരേന്ദ്രനെ നിങ്ങൾ ഈ വയനാട്ടിൽ നിന്നും നിങ്ങൾ ലോക്സഭയിലേക്ക് അയക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നമ്മുടെ ലക്ഷ്യം 2047 കൂടി ഭാരതം ലോകശക്തിയായി മാറുക എന്നുള്ളതാണ്. നമുക്കറിയാം, 2014 നമ്മൾ ലോകത്തെ 11ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു. ഇന്ന് മോദിജിയുടെ നേതൃത്വത്തിൽ നമ്മൾ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. നിങ്ങൾ സുരേന്ദ്രജിയെ ജയിപ്പിക്കുമ്പോൾ നിങ്ങൾ ജയിപ്പിക്കുന്നത് സുരേന്ദ്രജിയെ മാത്രമല്ല, നിങ്ങൾ സഹായിക്കുന്നത് നരേന്ദ്രമോദി എന്ന അതിശക്തനായ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ 3ാം തവണയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാവാനുള്ള യജ്ഞത്തിൽ നിങ്ങൾ പങ്കാളികളാവുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേന്ദ്രനെ സഹായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. फ्रेंड्स, मैं आपको बताना चाहूंगा कि सारे देश को प्रधानमंत्री मोदी जी ने विकास के पथ पर लाकर
on the path of development. He has taken the policies which has made the village strengthened. गांव का सशक्तिकरण हुआ है. He has empowered the marginal section of the society. गरीब को ताकत दी है. He has empowered the women. He has empowered the youth. He has empowered the farmers. उन्होंने गांव, गरीब, महिला, युवा, किसान को ताकत दी है और उस तरीके से भारत को बदलाव में जोड़ा है. मुझे आज खुशी होती है टू शेयर विथ यू, आपके साथ आत्मसात करने का कि उज्ज्वला योजना, द विमेन एम्पावरमेंट, गिविंग देम द गैस सिलेंडर्स to the tune of 10 crores, and in that 10 crores 3 crore 40 lakh gas connections have been given to the God's own country Kerala. If I talk about Jal Jeevan Mission, tap to every house, water to every house, har ghar ko nal, har ghar ko jal, 11 crore 30 lakh connections have been given, and in Kerala, God's own country, 20 lakh connections have been given. If I talk about Swachhta Abhiyan, toilets, making of toilets, making the women live with dignity, you will be astonished and happy also to note that approximately 12 crore toilets is the ghar, live with dignity, have been constructed, and in Kerala it is 2 crore 50 lakh toilets have been made. That we have to understand. The same way, if I talk about Jan Dhan Yojana, 50 crore bank accounts have been opened, and out of which 25 crore bank accounts have been opened in the name of women. Ladies have been brought first. And in Kerala, it is 2 crore 50 lakh the bank accounts have been opened. If I talk about Pradhan Mantri Awas Yojana, you see, during Congress regime, during Mrs. Indira Gandhi's regime, during Rajiv Gandhi's regime, I was an MLA in 1993. Indira Awas Yojana was given per year, per panchayat, only 2 Awas Yojana was given, 2 Awas Yojana. But Prime Minister Modi, in last 5 years, 4 crore houses have been constructed, 4 crore. And you will be happy to note that 2 lakh houses have been constructed in God's own country, Kerala. The same way, if I talk about Ayushman Bharat, 50 crore people, 40% of the Indian population who are in the marginal section of the society, they are getting 5 lakh rupees per year as health cover for the poor people under Ayushman Bharat. And Kerala is not also out of it. Kerala has also been included. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി 4 വിഭാഗങ്ങളെയാണ് ഈ രാജ്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. 1 പാവപ്പെട്ടവർ, 2 കൃഷിക്കാർ, 3 മഹിളകൾ, 4 യുവാക്കൾ. ഇവരുടെയൊക്കെ ജീവിതം പ്രധാനമന്ത്രി മാറ്റിമറിച്ചിരിക്കുകയാണ്. ഞാൻ ചില പദ്ധതികൾ നിങ്ങളുമായി പങ്കുവെക്കാം. ഇവിടെ ഉജ്ജ്വല പദ്ധതി കൊണ്ടുവന്നു. പ്രധാനമന്ത്രി സൗജന്യ പാചകവാതക കണക്ഷൻ 10 കോടിയാണ് നമ്മുടെ രാജ്യത്ത് പുതിയതായി നൽകിയത്. അതിൽ 3,40,000 നമ്മുടെ കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാടിന് കൊടുത്തു. അതുപോലെ തന്നെ ജലജീവൻ മിഷൻ, ഓരോ വീട്ടിലും പൈപ്പിൽ വെള്ളം നമ്മുടെ രാജ്യത്ത് എത്തിക്കാനുള്ള പദ്ധതി കൊണ്ടുവന്നു. നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 11 കോടി
30 ലക്ഷം ആളുകൾക്ക് അവരുടെ വീടുകളിൽ കുടിവെള്ളം പൈപ്പിൽ പുതിയതായി എത്തിച്ചു. അതിൽ 20 ലക്ഷം വീടുകൾ നമ്മുടെ കേരളത്തിലാണ്. അതുപോലെ തന്നെ സ്വച്ഛ ഭാരത് അഭിയാൻ നമുക്കറിയാം, വ്യവസായ സ്ഥലത്ത് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കേണ്ട അവസ്ഥ അവർക്ക് അഭിമാനപൂർവ്വം സ്വച്ഛ ഭാരത് അഭിയാന്റെ ഭാഗമായി ശൗചാലയങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിൽ 2,50,000 കേരളത്തിലാണ്. ഭാരതത്തിൽ 12 കോടിയാണ്. ജൻധൻ യോജന നമുക്കറിയാം, 50 കോടി ബാങ്ക് അക്കൗണ്ടുകളാണ് രാജ്യത്ത് ആരംഭിച്ചത്. അതിൽ 25 കോടി ബാങ്ക് അക്കൗണ്ടുകൾ മഹിളകളുടേതാണ്. അതിൽ 2,50,00,000 കേരളത്തിലാണ്. പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതി നിങ്ങൾക്കറിയാമോ? കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നരസിംഹറാവു ഒക്കെ ഭരിച്ചപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അന്ന് ഒരു പഞ്ചായത്തില് ഇന്ദിരാ ആവാസ് യോജന പ്രകാരം 2 വീടുകളാണ് കൊടുക്കുക. ഇന്ന് നമ്മൾ ഭാരതത്തിൽ 4 കോടി വീടുകൾ ഈ രാജ്യത്തെ പാവങ്ങൾക്കായി നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നു. കേരളത്തിൽ 2 ലക്ഷം വീടുകളാണ് നമ്മൾ ആവാസ് യോജന പദ്ധതിയിൽ നിർമ്മിച്ചു കൊടുത്തത്. അതുപോലെ ആയുഷ്മാൻ ഭാരത് ഈ രാജ്യത്തെ ദരിദ്രരായ 80 കോടി ജനങ്ങൾ എന്ന് വെച്ചാൽ ജനസംഖ്യയുടെ പകുതി, ആ ജനസംഖ്യയിലെ പകുതിയോളം വരുന്ന ആളുകൾക്ക് വർഷം തോറും 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നു. അത് കേരളത്തിലും നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നു. ആ ക്യാമറയുടെ മുമ്പിലുള്ള കൊടികൾ കുറച്ച് അപ്പുറത്തേക്ക് ക്യാമറയുടെ മുമ്പിലുള്ള കൊടികൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പരിപാടി കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ പിടിച്ചിരിക്കുന്ന കൊടികൾ അപ്പുറത്തേക്ക് മാറ്റണം. Friends, we all know that on one side the nationalist forces under the dynamic leadership of Prime Minister Modi, Shri K. Surendran ji is the candidate for Wayanad. On the other hand, we all know that the leader of Indian National Congress, Shri Rahul Gandhi, is the candidate. I could not understand one thing. मुझे एक बात समझ में नहीं आई कि राहुल गांधी जी को अपने पुराने क्षेत्र के लोकसभा छोड़कर यहाँ वायनाड क्यों आना पड़ा है? What has made him to come to Wayanad? Is he not very confident that he can win from his own constituency where he has been representing for so long? क्या उनको ये भरोसा नहीं है कि वो अपनी पुरानी लोकसभा की कंस्टिट्यूंसी जिससे इतने सालों तक उन्होंने रिप्रेजेंटेशन दिया, वहां से वो चुनाव लड़े? यहां क्यों आना पड़ा? इसलिए आना पड़ा क्योंकि राहुल गांधी और इंडियन नेशनल कांग्रेस भारत के विषयों के बारे में सही आवाज नहीं उठाती। राहुल गांधी परिवारवाद के पोषक है जो प्रजातंत्र के लिए घातक है। राहुल गांधी believes in dynastic rule which is detrimental for the Indian democracy. राहुल गांधी हमेशा भ्रष्टाचारियों के साथ मिलकर